ഹായ് ഓൾ, വെൽക്കം ടു CSC എക്സാം പോയിന്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന പോർഷനാണ്. ടെസ്റ്റിംഗ് അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒത്തിരി കാര്യങ്ങൾ ടെസ്റ്റിങ്ങിൽ നിന്ന് എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വീഡിയോ കാണുക, ഫുൾ വീഡിയോ കാണുക. പലരും വീഡിയോ കുറച്ച് ഡ്യൂറേഷൻ മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾക്ക് എക്സാം എഴുതണം, നന്നായിട്ട് റാങ്ക് ലിസ്റ്റിൽ വരണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ടും കാണുക. നിങ്ങൾ ഈ പാതി വെച്ച് കണ്ടിട്ട് ലാസ്റ്റ് പിന്നെ എക്സാമിൻ്റെ ടൈമിലെല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാമെന്ന് പറഞ്ഞിരുന്നാൽ നടക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, വീഡിയോ ലാസ്റ്റ് വരെയും കാണുക. ഒത്തിരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ് ടെസ്റ്റിംഗ്, ദെൻ ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് ലൈക്ക് മെയിൻ ടൈപ്സ് ബ്ലാക്ക് ബോക്സ് ആൻഡ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്താണ്, പിന്നെ യൂണിറ്റ് ഇൻ്റഗ്രേഷൻ ആൻഡ് സിസ്റ്റം ടെസ്റ്റിങ്ങിനെ കുറിച്ചും, പിന്നെ ഒരു ഓവർവ്യൂ, ഇതിൻ്റെ ഇടയ്ക്ക് എറർ എന്താണ്, ഫോൾട്ട് എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തു, കോഡ് ചെയ്തു. ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് കോഡിംഗ് ഫേസ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, അതുകൊണ്ടാണ് കോഡിങ്ങിൻ്റെ കേസ് ഞാൻ പറയാത്തത്. കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ സം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മുടെ പ്രോഗ്രാം എഴുതുവാണ്. ഈ പ്രോഗ്രാമാണ് എന്ത് ചെയ്യുന്നത്, ടെസ്റ്റിംഗ് ഫേസിലെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ടെസ്റ്റിംഗ് ഫേസിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് നമ്മൾ ആ കോഡിംഗ് കംപ്ലീറ്റ് ചെയ്ത പ്രോഗ്രാമാണ്. ആൻഡ് ടെസ്റ്റിങ്ങിൻ്റെ എയിം എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള എറേഴ്സ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, എന്നാലും നമുക്ക് എറർ ഫ്രീ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാക്സിമം ടെസ്റ്റിങ്ങിലെ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് പറ്റുന്ന രീതിയിലുള്ള എറേഴ്സ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുക. സോ വൺസ് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ പ്രൊവൈഡ് എ പ്രാക്ടിക്കൽ വേ ഓഫ് റെഡ്യൂസിങ് ദ ഡിഫക്ട്സ് ഇൻ ദ സിസ്റ്റം. ടു സംവാട്ട് എക്സ്റ്റെൻറ്റ് എന്ത് ചെയ്യും, നമുക്ക് എറേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കുറയ്ക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ യൂസറിന് സിസ്റ്റം യൂസ് ചെയ്യാനുള്ള കോൺഫിഡൻസും അത് ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, സോ നമ്മുടെ ഡെവലപ്മെൻറ്റ് ഫേസ് അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ മോഡലിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫേസ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ഫേസ് തന്നെയാണ്. ആൻഡ് സ്കിൽഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സിനെ അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിനെ നമുക്ക് ടെസ്റ്റിംഗ് ഫേസിൽ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ടീമിനെ തന്നെ നമുക്ക് ആവശ്യമുണ്ട്. ആൻഡ് അവരുടെ മാക്സിമം എഫേർട്ട് ഈ ഒരു സ്റ്റേജിൽ അവർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എറേഴ്സ് പോസിബിളി ഈസി ആയിട്ടും കറക്റ്റായിട്ടും ഐഡൻറ്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ചില എൻജിനീയേഴ്സ് നമ്മുടെ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പ്രോഡക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നൊരു അസംഷനിൽ ചിലർ ഇരിക്കാറുണ്ട്. അതായത് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി അല്ല എന്നൊരു അസംഷൻ. ബട്ട് അത് തെറ്റാണ്. ആക്ച്വലി നമ്മുടെ വർക്കിങ്ങിനെ കൂടുതലായിട്ട്, അതായത് യൂസറിന് ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിയിട്ട് ഡെലിവറി ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ, ടെസ്റ്റിംഗ് ആ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഇസ് ഇൻ ഫാക്ട് മച്ച് ചലഞ്ചിങ് ആസ് ഇനിഷ്യൽ ഡെവലപ്മെൻറ്റ് സച്ച് എ സ്പെസിഫിക്കേഷൻ ഡിസൈനിങ് ആൻഡ് കോഡിങ്. നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞു റിക്വയർമെൻറ്റ്സ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേജാണ്. ബിക്കോസ് അവിടെ നിന്ന് അങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ആസ് എ ഹോൾ ദ പ്രോസസ് വിൽ ബി എഫക്റ്റഡ്. പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് തന്നെയാണ് ടെസ്റ്റിംഗ്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാമിനെ ടെസ്റ്റ് ചെയ്യുന്നത്. പ്രോഗ്രാം വെറുതെ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രോഗ്രാമിന് എന്തെങ്കിലും ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പ്രോഗ്രാമിലെ എറർ ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ വാട്ട് വി ഡു ഇസ് വി വിൽ ഗീവ് എ ടെസ്റ്റ് ഡേറ്റ ആസ് ഇൻപുട്ട് ടു ദ സിസ്റ്റം ആൻഡ് ദെൻ വി വിൽ ഒബ്സർവ് ദ ഔട്ട്പുട്ട്. സോ പല രീതിയിലുള്ള ഔട്ട്പുട്ട്സ്, എല്ലാം കോമൺ ഡേറ്റ അല്ല, ഒന്നിനൊന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന നമ്മൾ ടെസ്റ്റ് ഡേറ്റ ക്രിയേറ്റ് ചെയ്യുവാണ്. ആൻഡ് ആ ടെസ്റ്റ് ഡേറ്റ എന്ത് ചെയ്യും, നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ്. ആൻഡ് അത് പോസിബിളി അത് സിസ്റ്റം റൺ ചെയ്ത് ഔട്ട്പുട്ട് എന്താണ് തരുന്നതെന്ന് നോക്കും, അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് റൺ ചെയ്ത്
അത് പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കും. ഓക്കെ, ഇനി ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഔട്ട്പുട്ട് ആ ഒരു സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണോ ബിഹേവ് ചെയ്യുന്നതെന്നാണ് അടുത്ത് ചെക്ക് ചെയ്യുന്നത്. അല്ല, എന്തെങ്കിലുമൊക്കെ എക്സെപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വി വിൽ ഗോ ഫോർ ചേഞ്ചിങ് ഇറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ടെസ്റ്റ് എ സിസ്റ്റം. ഒരു സിമ്പിൾ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. ഇവിടെ ഒരു ആൾ വന്നിട്ടുണ്ട്. വാട്ട് ഹീസ് ഡു? ഹീസ് എ സിസ്റ്റം ടെസ്റ്റർ. ടെസ്റ്റർ എന്ത് ചെയ്യുവാണ്? ഇൻപുട്ട് നമ്മുടെ സിസ്റ്റത്തിലോട്ട് കൊടുക്കുകയാണ്. ആൻഡ് ദെൻ സിസ്റ്റം എന്ത് ചെയ്യുവാണ്? അതിനെ കോഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ബേസിസിൽ അത് ഔട്ട്പുട്ട് തരുവാണ്. ഈ ഔട്ട്പുട്ട് ഡിസൈഡ് ഔട്ട്പുട്ട് ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഡിസൈഡ് ഔട്ട്പുട്ട് ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അൺഡിസൈഡ് ഔട്ട്പുട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വിൽ ഇറ്റ് ലീഡ് ടു സം ടൈപ്പ് ഓഫ് എറർ എന്നുള്ള കാര്യമാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ ടെസ്റ്റ് എ സിസ്റ്റം. ഓക്കെ, ഇഫ് ദ പ്രോഗ്രാം ഡസ് നോട്ട് ബിഹേവ് ആസ് എക്സ്പെക്റ്റഡ്, അതായത് ഡിസൈഡ് ഔട്ട്പുട്ട് അല്ല തരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എന്ത് കണ്ടീഷനിലാണ് അല്ലെങ്കിൽ എന്ത് ഇൻപുട്ട് അപ്ലൈ ചെയ്തപ്പോഴാണ് സിസ്റ്റം അങ്ങനെ ബിഹേവ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കുക. ലേറ്റർ ഓൺ നമുക്ക് എന്ത് ചെയ്യാം? സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ടെസ്റ്റിംഗ് കേസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 3 കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ടെർമിനോളജീസ് എന്ന് പറയുന്നതാണ് എറർ, ഫോൾട്ട് ആൻഡ് ഫെയിലിയർ. സോ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക് ദാറ്റ് ഈസ് കമ്മിറ്റഡ് ബൈ ദ ഡെവലപ്പർ ഓർ ഡെവലപ്പർ ടീം ഡ്യൂറിങ് എനി ഫേസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഏത് ഫേസിലോ, ഐദർ റിക്വയർമെൻറ്റ് അനാലിസിസ് അല്ലെങ്കിൽ കോഡിങ് അല്ലെങ്കിൽ ഡിസൈൻ ഫേസ്, എവിടെയോ ചെയ്തൊരു മിസ്റ്റേക്ക് കാരണം എന്ത് സംഭവിക്കുവാണ്? നമ്മുടെ പ്രോഗ്രാമിൽ എറർ ഉണ്ടാവുകയാണ്. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു C പ്രോഗ്രാം റൺ ചെയ്യുവാണ്. നമ്മൾ റൺ ചെയ്യുന്ന C പ്രോഗ്രാമിൽ ഒരു എറർ ഉണ്ടാവുകയാണ്. ആ എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു വേരിയബിളിൻ്റെ പേര് തെറ്റായിട്ട്, അതായത് ഇനിഷ്യലൈസ് ചെയ്തതുപോലെയല്ല നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യുന്നിടത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ സം എന്നാണ് ഇനിഷ്യലൈസ് ചെയ്തതെന്ന് വെച്ചോ. നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യുന്നത്, SOM പ്രിൻ്റ് ചെയ്യാനായിട്ട്. സോ ദിസ് ഇസ് ആൻ എറർ. കാര്യം ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. സോ ഇങ്ങനെ ഒരു മെസ്സേജ് വരുവാണെന്നെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് എറർ. അത് സംവാട്ട് ഡെവലപ്പർ ഉണ്ടാക്കിയ ഒരു മിസ്റ്റേക്കാണ്. ആൻഡ് എറർ ഇസ് സംടൈംസ് റെഫർഡ് ടു ആസ് എ ഫോൾട്ട്. ഫോൾട്ട് എന്ന് പറയുന്നത് നമ്മളെ എററിൽ നിന്ന് നമ്മൾ മൂവ് ചെയ്യുന്നത് ഫോൾട്ടിലോട്ടാണ്. ദാറ്റ് സിസ്റ്റം മേ നോട്ട് വർക്ക്. അപ്പോൾ സിസ്റ്റം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എടുക്കുമ്പോൾ ദർ ഇസ് എ ഫോൾട്ട് ഒക്കറിങ് ടു ദ സിസ്റ്റം, അല്ലെങ്കിൽ ഡിഫക്റ്റ് എന്ന് നമുക്ക് പറയാം. ഇനി എന്താണ് ഫെയിലിയർ? ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ആൻ എറർ. ദാറ്റ് ഇസ് കുഞ്ഞു കുഞ്ഞു എറേഴ്സ് ഇതുപോലെ കുറേ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ, ഇവരെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? It may lead to failure. So that's it. Then we need to know what is verification and validation. So verification means it is a process of determining whether the output of one phase of development conforms to the previous phase. വെരിഫിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫേസിൻ്റെ ഔട്ട്പുട്ട് അടുത്ത ഫേസുമായിട്ട് കൺഫേം ചെയ്യുന്നുണ്ടോ ഇല്ലയോ പറഞ്ഞ് മനസ്സിലായി. ഇപ്പോൾ ഇത് നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഫേസ് ആണെങ്കിൽ ഈ ഔട്ട്പുട്ട് അടുത്ത് കൊടുക്കുന്നത് ഏത് ഫേസിലോട്ടാണ്? ഡിസൈൻ ഫേസിലോട്ടാണ് കൊടുക്കുന്നത്. സോ ഡിസൈൻ ചെയ്തതിനെ കോഡിംഗ് ഫേസിലോട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലേ? ലൈക്വൈസ് ഇറ്റ് മൂവ്സ് ഓൺ. അപ്പോൾ ഒരു ഫേസിൻ്റെ ഔട്ട്പുട്ട് അടുത്ത ഫേസിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ അത് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അത് ഒന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ നമ്മുടെ കോഡിംഗ് ഫേസ്, നമ്മുടെ ഡിസൈൻ ഫേസ് ഒരു ഔട്ട്പുട്ട് തന്നു. ഈ ഔട്ട്പുട്ട്, അതായത് ഡിസൈൻ ഫേസ് നമ്മുടെ SRS എന്ന് പറയുന്ന അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷനാണ് ഇൻപുട്ടായിട്ട് ഡിസൈൻ ഫേസ് റീഡ് ചെയ്യുന്നത്. ഈ SRS ഉണ്ടാക്കുന്നത് റിക്വയർമെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഫേസാണ്, അല്ലേ?
ആ ഇൻപുട്ട്, അതായത് ഡിസൈൻ ഫേസ് ഉണ്ടാക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ SRS അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് അനാലിസിസ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്ന ഫേസും ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടെ ചെക്ക് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് ആസ് വെരിഫിക്കേഷൻ. ആൻഡ് ഈ വെരിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ തന്നെയാണ്. അത് സിസ്റ്റം ഫുൾ കംപ്ലീറ്റ് ആവില്ല, അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വെരിഫിക്കേഷൻ പ്രോസസ്സ് അത് നടത്തുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് വാലിഡേഷൻ. So validation means it is a process of determining whether a fully developed system conforms to the SRS requirement. And ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട്, അതായത് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ കോഡിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ് എന്ത്, വാലിഡേഷൻ എന്ന് പറയുന്നത്. സിസ്റ്റം ആസ് എ ഹോൾ അതിൻ്റെ SRS ഡോക്യുമെൻറ്റുമായിട്ട് റീചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, aim of verification means to check whether any phase of containment of error occurs or not. Whereas in the case of validation, final product error free ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. പറഞ്ഞ് മനസ്സിലായോ? വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഫേസും എറർ ഫ്രീ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഡെവലപ്പർ ആയിരിക്കും ചെയ്യുന്നത്. ഇനി വാലിഡേഷൻ ഫേസ് എന്ന് പറയുന്നത് ഫൈനൽ പ്രോഡക്റ്റ് എറർ ഫ്രീ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഫൈനൽ പ്രോഡക്റ്റ് എറർ ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ആരാണ്? ടെസ്റ്ററാണ്. ഓക്കെ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഫേസിലാണ് ചെയ്യുന്നത്. ഇനി വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ആർ വി ഡൂയിങ് റൈറ്റ്, നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണോ, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കറക്റ്റാണോ എന്നുള്ളതാണ് വെരിഫിക്കേഷൻ ചെക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് വാലിഡേഷൻ ആണെങ്കിൽ ചെക്ക് ചെയ്യുന്നത് ഹാവ് വി ഡൺ റൈറ്റ്, നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കാര്യം കറക്റ്റാണോ എന്നാണ് വാലിഡേഷൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സീ വാട്ട് ഇസ് എ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത, ഈ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മളൊരു ഡെവലപ്പ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഫേസിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറോ അല്ലെങ്കിൽ അകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഫങ്ഷൻസിൻ്റെ കാര്യങ്ങളോ ഒന്നും അറിയേണ്ട കാര്യമില്ല. അപ്പോൾ അതൊന്നും അറിയാതെ നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മുടെ ടെസ്റ്റിംഗ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. അപ്പം അതുകൊണ്ട് തന്നെ സ്ട്രക്ചറോ ഒന്നും അറിയാതെയാണ് എന്ത് ചെയ്യുന്നത്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനെ പറയുന്ന ഒരു പേരുണ്ട്, ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫങ്ഷണൽ ടെസ്റ്റിംഗ്. Black box testing is called functional testing because without any knowledge of internal structure of the software, it does the testing process. Okay. Then next is white box testing. Black box പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വൈറ്റ് ബോക്സ്. ഇൻറ്റേർണൽ സ്ട്രക്ചർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത്. ആൻഡ് ഹെൻസ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ക്യാൻ ബി കോൾഡ് ആസ് സ്ട്രക്ചറൽ ടെസ്റ്റിംഗ്. ഓക്കെ, വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് സ്ട്രക്ചറൽ ടെസ്റ്റിംഗ്. ഓക്കെ, നൗ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് 2 ടെക്നിക്സ് ആണുള്ളത്. ഒരെണ്ണം ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ് ആൻഡ് സെക്കൻഡ് വൺ ബൗണ്ടറി വാല്യൂ അനാലിസിസ്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 2 ടെക്നിക്സ് ആണുള്ളത്. ഒന്ന് ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബൗണ്ടറി വാല്യൂ അനാലിസിസ്. നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദീസ്. ഓക്കെ, ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണ് നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഡേറ്റയുടെ വാല്യൂ എക്സ് എന്ന് പറയുകയാണ്. എക്സിൻ്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ 10 and 20 എന്ന് പറയുക. ഓക്കെ, അപ്പോൾ 10 and 20 എക്സിൻ്റെ വാല്യൂ എന്നാണ് നമ്മുടെ കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ് ടെക്നിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണ്, നമ്മുടെ ഇപ്പോൾ നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 10നും 20ക്കും ഇടയിലാണ് വാലിഡ് അല്ലേ. സോ ഇതിനെ എന്ത് ചെയ്യും, ഒരു ക്ലാസ് ആയിട്ട് എടുക്കും. ദിസ് ഇസ് ടേക്കൺ ആസ് ക്ലാസ് 1.
എന്ന് വെച്ചാൽ ഈ ഒരു ഔട്ട്പുട്ട്, അതായത് 10നും 20ക്കും ഇടയ്ക്കുള്ള വാല്യൂ ഇൻക്ലൂഡിങ് 10 and 20 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എക്സ് ആ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് വാലിഡാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ബേസിസിൽ. ബട്ട് ഇങ്ങോട്ട്, അതായത് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 10 അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 20 ആയിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നില്ല, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. മീനിങ് എക്സിൻ്റെ വാല്യൂ വാലിഡ് അല്ല. ദാറ്റ് വിൽ മൂവ് ഓൺ ടു അനദർ ക്ലാസ്, ദറ്റ് ഇസ് ക്ലാസ് 2. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻ്റെ ബേസിസിലാണ് ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ് ചെയ്യുന്നത്. ആൻഡ് ഇൻപുട്ട് വാല്യൂ നമ്മൾ എന്ത് കൊടുക്കുന്നോ അതനുസരിച്ചായിരിക്കും പ്രോഗ്രാം റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്, 10നും 20ക്കും ഇടയ്ക്കുള്ള വാല്യൂ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് 10 and 20 കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, പ്രോഗ്രാം റൺ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ ആ പ്രോഗ്രാം വർക്ക് ചെയ്യും. ഇനി നേരെ മറിച്ച് ഫോൾസ് കണ്ടീഷൻ, അതായത് എക്സ് ലെസ് ദാൻ 10 എക്സ് ഗ്രേറ്റർ ദാൻ 20 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, പ്രോഗ്രാം ഒരു പെർട്ടിക്കുലർ ലൂപ്പിൽ ആ എക്സിൻ്റെ വാല്യൂ വർക്ക് ചെയ്യില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിൽ ലൂപ്പിൽ എല്ലാ കാര്യങ്ങളും റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. സോ ദാറ്റ്സ് കോൾഡ് ആസ് ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷൻ. ദെൻ ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിൽ നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സസ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്നാണ് അടുത്ത് പറയുന്നത്. സോ വി ജസ്റ്റ് എക്സാമിൻ ദ ഇൻപുട്ട് ഡേറ്റ ആൻഡ് സർട്ടൺ ഗൈഡ് ലൈൻസ് വിൽ ബി ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻപുട്ട് ഡേറ്റ ആൻഡ് ദെൻ വി വിൽ ഗോ ഓൺ ടു സെലക്ട് ദ ഇൻപുട്ട് ടെസ്റ്റ് ഡേറ്റ. അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. The input data to the program is specified by a range of values and that is a number between 1 and 5000. So 1 and 5000 ഇടയ്ക്കുള്ളത് വാലിഡ് ഡേറ്റയാണ്. അതിന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഉള്ളത് എന്താണ്, ഇൻവാലിഡ് ആണ്. സോ വി ഹാവ് 2 ക്ലാസ്സസ്. ഓക്കെ, 1 വാലിഡ് ആൻഡ് 2 ഇൻവാലിഡ് എന്നും പറയാം. അപ്പോൾ നമ്മൾ ലെസ് ദാൻ 1നെ സെപ്പറേറ്റ് ആയിട്ടും ഗ്രേറ്റർ ദാൻ 5000നെ സെപ്പറേറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യുവാണെങ്കിൽ 2